ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏതെന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം, അത് റവ ഉപ്പുമാവാണെന്ന്. അപ്പോൾ ആ റവ ഉപ്പുമാവ് തന്നെ കുറച്ചുകൂടെ വേഗത്തിൽ കുറച്ചുകൂടെ ടേസ്റ്റായിട്ടും വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഈ റവ ഉപ്പുമാവ് കഴിക്കാനുള്ള ഏറ്റവും നല്ല കോമ്പിനേഷൻ ഏതെന്ന് അറിയാമോ? അത് മിക്സറാണ് കേട്ടോ. മിക്സർ കൂട്ടി നിങ്ങളൊന്ന് കഴിച്ചു നോക്കുക, ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക്, ഒരു സവാള, ഒരു ക്യാരറ്റ്, ക്യാബേജ് ഉണ്ടെങ്കിൽ അല്പം ക്യാബേജും എടുക്കുക. എൻ്റെ കയ്യിൽ വെച്ചാൽ ഇപ്പോൾ ക്യാബേജ് ഇല്ല. 1/4 കപ്പ് റവയാണ്. 1/4 കപ്പ് ഇട്ടത് നന്നായിട്ട് കാണാൻ പറ്റിയില്ല. 1/4 കപ്പ് റവ, കുറച്ച് നെയ്യ് തന്നെ ഒഴിക്കണേ, എന്നാലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരുവിധം റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റഡ് റവ ആണെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടച്ചു വെച്ചത്. അതിലോട്ട് 2-3 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റും നല്ല മണവും വരും. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഇടാം. ആദ്യം പച്ചമുളക് ഇട്ട് അതിനുശേഷം സവാള ഇട്ട് വഴറ്റുക. അതിനോടൊപ്പം ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കതിലോട്ട് ക്യാരറ്റ് കൂടി ഇടാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് റവയാണ്. 1/4 കപ്പ് റവയ്ക്ക് 1 കപ്പ് തേങ്ങ. 1 കപ്പിൽ അല്പം കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 1 കപ്പ് ഇടാമെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അതിലോട്ട് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്ത് നന്നായിട്ട് ഞവടി പിഴിഞ്ഞ് അതിൻ്റെ പാല് പുറത്ത് വരണം. മിക്സിയിലിട്ട് അരയ്ക്കരുത്, കൈകൊണ്ട് തന്നെ ഞവടിയെടുക്കണം. എന്നിട്ടിത് ആ വറുത്ത് വെച്ചതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് 1 കപ്പും 1/2 കപ്പും അങ്ങനെ ആകെ 2.5 കപ്പ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മൊത്തം 2.5 കപ്പ് വെള്ളം. 1/4 കപ്പ് റവയാണെങ്കിൽ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അത് കറക്റ്റായിരിക്കും. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിപ്പോൾ 2.5 കപ്പ് വെള്ളം, 1/4 കപ്പ് റവ നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കതിലോട്ട് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവ ഇടാൻ നേരമാകുമ്പോൾ തീ സിമ്മിലാക്കിയതിന് ശേഷം വേണം റവ ഇട്ട് കൊടുക്കാൻ. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ പരത്തി വേണം റവ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റവ ഇട്ടതിന് ശേഷം അതിനെ ഒന്നുകൂടി നമ്മൾ ഇളക്കി എല്ലാ ഭാഗത്തും മിക്സായി വരുന്ന വിധത്തിൽ മൊത്തത്തിലൊന്ന് ഇളക്കിയതിന് ശേഷം ലോയിൽ തന്നെ ഫ്ലെയിം വെച്ചുകൊണ്ട് ഇതിനെ ഇളക്കുക. അതിനുശേഷം ഈ ലോയിൽ തന്നെ ഫ്ലെയിം വെച്ചുകൊണ്ട് ഇതിനെ വേവിക്കണം. വേവിക്കാനായിട്ട് അടപ്പ് കൂടി അടച്ച് വെച്ചുകൊണ്ട് വേണം വേവിക്കാൻ. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ, 4 മിനിറ്റ് തികച്ച് വേണ്ടി വരില്ല, എന്നാലും ഒരു 4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് 2-3 മിനിറ്റ് കൂടെ വെക്കാം, പക്ഷേ അപ്പോൾ കുറേ കൂടെ ഡ്രൈ ആയിപ്പോവും. അതല്പം തണുത്ത് പോയാൽ ഈ ഡ്രൈ പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതാണെങ്കിൽ കറി പോലും ഇല്ലാത്ത നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. ഇതിനോട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് മിക്സർ കൂട്ടി കഴിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു പപ്പടം വെച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഷെയറും ലൈക്കും ചെയ്യാൻ മടിക്കരുതേ. അപ്പം നമുക്ക് ഏറ്റവും വേഗത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി.